ശ്രീമതി CK ആശ, ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. യെസ് സർ, വളരെ ഗൗരവതരവും അതിലേറെ ദയനീയവുമായ ഒരു വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷിപ്പനി നിരവധിയായ താറാവ് കർഷകരെയും കോഴി കർഷകരെയും കാട കർഷകരെയും ഒപ്പം ഓമന പക്ഷികളെ വളർത്തുന്നവരെയും കണ്ണീരിലാഴ്ത്തുന്നതോടൊപ്പം സാമ്പത്തികമായ വളരെ വലിയ പ്രതിസന്ധിയും തൊഴിൽ നഷ്ടവും ഉണ്ടാക്കുന്നു. രോഗം വന്ന് ചത്തുപോകുന്ന പക്ഷികളോടൊപ്പം രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ ദയാവധത്തിന് വിധിക്കപ്പെട്ട പക്ഷികളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ആഴിയിലേക്ക് എറിയുന്ന കാഴ്ച അത്യന്തം ഹൃദയഭേദകമാണ് സർ. ഈ പക്ഷിക്കുരുതിക്ക് അറുതി വരുത്തുന്നതിനും അർഹരായ കർഷകർക്ക് കൃത്യമായി നഷ്ടപരിഹാരത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുമായി സർക്കാർ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, സംസ്ഥാനത്ത് 2014 മുതൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ടെങ്കിലും ഈ വർഷമാണ് ഇത്രയധികം രോഗവ്യാപനം ഉണ്ടായത്. 3 ജില്ലകളിലായി 37 പ്രഭവ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ല പൂർണ്ണമായും, കോട്ടയം ജില്ലയിൽ വൈക്കം, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നീ താലൂക്കുകളും പത്തനംതിട്ട ജില്ലയിലെ 4 താലൂക്കുകളും രോഗം വ്യാപിക്കുകയുണ്ടായി. 3 ജില്ലകളിലുമായി ആകെ 34,851 പക്ഷികൾ രോഗം ബാധിച്ച് മരണപ്പെട്ടു. അതോടൊപ്പം നാഷണൽ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് നിലവിൽ 1,70,911 പക്ഷികളെ കൊന്ന് സംസ്കരിച്ചു. 39,462 മുട്ടകളും 90.6 ടൺ തീറ്റയും ഇതിന്റെ ഭാഗമായി നശിപ്പിച്ചു എന്നത് ഇത് എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, മുൻ വർഷങ്ങളിൽ ബാധ കൂടുതൽ താറാവുകൾക്കായിരുന്നുവെങ്കിൽ ഇത്തവണ സ്ഥിതി മാറി മുട്ടക്കോഴി, ബോയിലർ കോഴി, കാടക്കോഴി കൂടാതെ കാക്ക, വെള്ളക്കൊക്ക്, പരുന്ത്, പെൺമയിൽ, പ്രാവ് എന്നിവയിൽ രോഗം സ്ഥിരീകരിച്ചത് അന്തരീക്ഷത്തിൽ രോഗാണുവിന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നതാണ്. ഇത് രോഗവ്യാപനത്തിന്റെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. സർ, ഇതുപോലെ ഇത്തവണ പതിവിന് വിപരീതമായി കർശനമായ ബയോസെക്യൂരിറ്റി ചട്ടങ്ങൾ പാലിക്കുന്ന സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രമായ നിരണം ഡക്ക് ഫാമിലും മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലും ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ പേരന്റ് സ്റ്റോക്കിലും ഉൾപ്പെടെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടു. 3 ഫാമുകളിലുമായി ആകെ 959 പക്ഷികൾ മരണപ്പെട്ടു. കൂടാതെ ഡക്ക് ഫാമിൽ 4,207, റീജിയണൽ പൗൾട്രി ഫാമിൽ 9,691, സെൻട്രൽ ഹാച്ചറിയിൽ 10,616, അങ്ങനെ ടോട്ടൽ 24,514 പക്ഷികളെ ഈ സ്ഥാപനങ്ങളിൽ മാത്രമായി വധിക്കപ്പെട്ടിട്ടുണ്ട് സർ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വികസിപ്പിച്ച വളർത്തു താറാവുകളുടെ അപൂർവ ഇനവും നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പരിപാലിച്ചിരുന്നതുമായ സ്നോ വൈറ്റ് താറാവുകൾ ഒറ്റയടിക്ക് സംസ്ഥാനത്ത് ഇല്ലാതാവുന്നതിനും കാരണമായി എന്നുള്ളത് അതീവ ഗൗരവമുള്ള അല്ലെങ്കിൽ അതീവ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ് സാർ. ദേശാടന പക്ഷികൾ രോഗവാഹകരായിട്ടുള്ള H5N1 വൈറസുകളാണ് ഈ രോഗം പടർത്തുന്നത്. ദേശാടന പക്ഷികളുടെ വരവിനെ നമുക്ക് തടയാനാവില്ല. എന്നാൽ വർഷാവർഷം ഉണ്ടാകുന്ന ഈ കൂട്ടക്കുരുതിക്ക്, ഈ ഭീകരമായ അന്തരീക്ഷത്തിന് മനുഷ്യരിലേക്ക് പകരുമോ എന്ന ആശങ്കകളുടെ നാളുകൾക്ക് നമുക്കൊരു പരിഹാരം കാണണ്ടേ സർ? നമ്മുടെ മുൻപിൽ ഇപ്രകാരം തരണം ചെയ്ത കോവിഡ് ഉൾപ്പെടെയുള്ള മനുഷ്യരിൽ പകരുന്ന വൈറസ് രോഗങ്ങളെ പ്രതിരോധിച്ച ഉദാഹരണങ്ങളുണ്ടല്ലോ സർ. തീർന്നു. മനുഷ്യരിലേക്ക് രോഗം പടരാതിരിക്കാൻ നിർദാക്ഷിണ്യം പക്ഷികളെ കൊന്നൊടുക്കുക, ഇത് എത്ര പ്രാകൃതമാണ് സർ. നമ്മുടെ സർക്കാർ മുൻകൈയെടുത്ത പക്ഷിപ്പനി നിയന്ത്രണ വിധേയമാക്കേണ്ടതിന്റെയും ഭാവിയിൽ പക്ഷിപ്പനി പടരാതിരിക്കുന്നതിനും ഒപ്പം തന്നെ നഷ്ടം സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച് അവരെ ജീവിതത്തിലേക്ക് കരം പിടിക്കുന്നതിനും ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, ആദരണീയായ MLA ശ്രീമതി CK ആശ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഈ സഭയുടെ ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് 2014 മുതൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. 14, 15, 16, 20, 21, 22, 23 വർഷങ്ങളിൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗവാഹകരായ ദേശാടന പക്ഷികളുടെ വരവിനെയും പോക്കിനെയും ആശ്രയിച്ചാണ് രോഗത്തിൻ്റെയും വരവ്. 2024 ഏപ്രിൽ മാസം 16-ന് ആലപ്പുഴ ജില്ലയിലെ എടത്വയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും രോഗബാധയുണ്ടായി. നിലവിൽ സംസ്ഥാനത്ത് 37 പ്രഭവ കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ 29-ഉം കോട്ടയത്ത് 5-ഉം പത്തനംതിട്ടയിൽ 3-ഉം എപ്പി സെൻ്ററുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. 3 ജില്ലകളിലായി ആകെ 62,334 പക്ഷികൾ രോഗം ബാധിച്ച് മരണപ്പെടുകയുമുണ്ടായി. എല്ലാ വർഷവും താറാവുകളിലാണ് ഈ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഇത്തവണ ആദ്യം താറാവുകൾക്ക് രോഗം ബാധിക്കുകയും തുടർന്ന് ബ്രോയിലർ കോഴികളിലേക്ക് വ്യാപിക്കുകയുമാണ് ഉണ്ടായത്. താറാവ്, ബ്രോയിലർ കോഴി, കാടക്കോഴി എന്നിവയെ കൂടാതെ പറവുകളിലും രോഗം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സർക്കാർ ഉടമസ്ഥതയിലുള്ള താറാവ് വളർത്തൽ കേന്ദ്രമായ നിരണം ഡക്ക് ഫാമിലും മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലും ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ പേരന്റ് സ്റ്റോക്കിലും
പക്ഷികൾക്ക് രോഗബാധയുണ്ടായി. 3 ഫാമുകളിലുമായി 1555 പക്ഷികളുടെ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തുടർന്ന് ഇവിടെയുള്ള പേരന്റ് സ്റ്റോക്കിനെ ദയാവധം ചെയ്ത് സംസ്കരിക്കുകയും ചെയ്തു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി H5N1 വൈറസിൻ്റെ വകഭേദമാണ് ഇത്തവണ രോഗബാധയ്ക്ക് കാരണമെന്ന് ലബോറട്ടറി റിസൾട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തിൽ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഓഫീസർമാരുടെ യോഗം ചേരുകയും ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ കർശനമായി അവലംബിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിദഗ്ധരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുകയും ഉണ്ടായി. മെയ് മാസത്തിൽ സർക്കാർ ഫാമുകളിൽ രോഗബാധയുണ്ടായ സാഹചര്യത്തിൽ ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഏവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബ് പ്രതിനിധികൾ, ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ, വെറ്റിനറി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘവുമായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അടിയന്തരമായ ചർച്ചകൾ നടത്തുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാസ്ത്രീയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകുകയും ഉണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതും അന്താരാഷ്ട്ര അംഗീകാരമുള്ളതുമായ പ്രമുഖ ഏജൻസികൾ രോഗബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗനിയന്ത്രണ നടപടികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. രോഗനിയന്ത്രണത്തിൻ്റെ ഭാഗമായി വ്യാവസായികാടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോൾട്രി ഫാമുകളും അടച്ചുപൂട്ടുന്നതിനും ഇവിടം ഒരു വർഷത്തേക്ക് സർവൈലൻസ് മേഖലയായി കണക്കാക്കുന്നതിനും ദയാവധം ചെയ്യപ്പെട്ട പക്ഷികളുടെ ഉടമസ്ഥർക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുമുള്ള പ്രാരംഭ നടപടികൾ മൃഗസംരക്ഷണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. സർവൈലൻസ് സോണുകളുടെ അകത്തേക്കോ പുറത്തേക്കോ പക്ഷികളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും പൂർണ്ണമായി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. നിയോഗിച്ച ഉന്നതതല ശാസ്ത്ര കമ്മിറ്റി പക്ഷിപ്പനി നിയന്ത്രണത്തിനും ഭാവി കർമ്മ പദ്ധതികൾക്കുമായി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ജൂലൈ 6 സർക്കാരിലേക്ക് നൽകുകയുണ്ടായി. പക്ഷിപ്പനി തടയുന്നതിന് വേണ്ട ഹ്രസ്വകാല, മധ്യകാല, ദീർഘകാല പ്രവർത്തനങ്ങൾ ഈ റിപ്പോർട്ടിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. സർ, നാഷണൽ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് നിലവിൽ 1,87,850 പക്ഷികളെ കൾ ചെയ്ത് സംസ്കരിക്കുകയും 41,142 മുട്ടകളും 97.1 ടൺ തീറ്റയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാച്ചറി ഉടമകളുടെ ഓൺലൈൻ യോഗം വകുപ്പ് ഡയറക്ടർ 29/6/2024 വിളിച്ചേർക്കുകയുണ്ടായി. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ നിയന്ത്രണ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സർക്കാർ നിയന്ത്രണങ്ങളോടും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളോടും പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഇൻ്റഗ്രേറ്റർമാർ യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കർശനമായ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ട ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ MLAമാരുടെ യോഗം മന്ത്രി നേരിട്ട് വിളിച്ചു ചേർക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ പക്ഷിപ്പനി രോഗം നിർണ്ണയിക്കുന്നതിന് ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ലബോറട്ടറിയിൽ മാത്രമാണ് നിലവിൽ സൗകര്യമുള്ളത്. രോഗനിർണ്ണയം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പാലോട്, SIAD, തിരുവല്ല ADDL ലാബുകളെ BSL 3 നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആയതിൽ എത്രയും വേഗം അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയായാൽ രോഗനിർണ്ണയ നടപടികൾ ത്വരിതഗതിയിലാക്കാൻ കഴിയും. പക്ഷിപ്പനി നിയന്ത്രണ വിധേയമാക്കി പൊതുജനങ്ങളിലും കർഷകരിലുമുള്ള ആശങ്കകൾ അകറ്റാനും ഈ മേഖലയെ പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിലേക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും രോഗം വർഷാവർഷം ആവർത്തിക്കുന്നത് തടയുവാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന രീതിയാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത് തുടരുക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാരിൽ നിന്ന് തുക കിട്ടുന്ന മുറയ്ക്ക് കോർപ്പസ് ഫണ്ടിൽ തിരികെ നൽകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. 2024 ഫെബ്രുവരി വരെയുള്ള കുടിശ്ശിക കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നഷ്ടമുണ്ടായിരിക്കുന്ന കർഷകർക്ക് വേഗത്തിൽ തന്നെ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി. സാർ, ബഹുമാനിയായ അംഗം വൈക്കം അംഗം ഇവിടെ പറഞ്ഞപ്പോൾ മനുഷ്യരിലേക്കുള്ള രോഗവ്യാപനം സംബന്ധിച്ച ആശങ്ക പങ്കുവച്ചിരുന്നു. സാർ, മനുഷ്യരുടെ ആരോഗ്യത്തിന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പില്ല എന്നുള്ളതും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യവും രോഗാവസ്ഥയുമായിട്ട് അത് ബന്ധപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏകാരോഗ്യം, വൺ ഹെൽത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പക്ഷിപ്പനി കൂടുതലായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രത്യേക ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കർഷകർ, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പക്ഷികളെ കൈകാര്യം ചെയ്യുന്ന കർഷകർ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രോട്ടോകോൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ തന്നെ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അടുത്തൊരു പാൻഡമിക് ഒരു പക്ഷേ ഇതുമൂലമാകാം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മയിലിലും കാക്കയിലും ഒക്കെ തന്നെ ഈ രോഗാണു കണ്ടതുകൊണ്ട് ചത്ത പക്ഷികളെ കൈകൊണ്ടെടുക്കരുത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവായിട്ട് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്നുകൊണ്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുന്നു. സർ, ചോദ്യം പക്ഷിപ്പനിയുടെ ഭാഗമായുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും നാശനഷ്ടങ്ങൾ സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കാമോ? ഒപ്പം തന്നെ ഇപ്പോൾ കൊടുക്കുന്ന തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത. സാർ, ഞാൻ നേരത്തെ പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരുന്നതാണ്. നഷ്ടപരിഹാരത്തിൻ്റെ തോതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്.
ഇന്ത്യയിൽ വേറെ എങ്ങും അത്രയില്ല. നമ്മൾ അവർ പറയുന്നതിന് ഒരു പകുതിയായി 50-50 എന്ന തരത്തിൽ കൊടുക്കണമെന്നാണ്. കുഞ്ഞിന് 20 രൂപ, ഞാൻ ആവർത്തിക്കുന്നില്ല, 10 രൂപ നമ്മൾ കൊടുക്കുക എന്ന തരത്തിലേക്കാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇന്ന് 100 രൂപയാണ് കൊടുക്കുന്നത്, 90 രൂപ നമ്മൾ കൊടുക്കുന്നു, 10 രൂപയുടെ കേന്ദ്ര സഹായമാണ്. പക്ഷേ ഇതിനകത്ത് കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഈ തുക നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. അത് വളരെ വേഗത്തിൽ തന്നെ അത് നൽകുന്നതായിരിക്കും. നിലവിൽ എന്തെല്ലാമാണ് സഹായം, ഇപ്പോൾ നേരത്തെ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗം നടപ്പിലാക്കേണ്ടതുണ്ട്, ഒരു ചെറിയ സമയത്തിനുള്ളിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി ബന്ധപ്പെട്ട ആളുകളുമായി ആലോചന നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും വാക്സിനേഷൻ്റെ കാര്യം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് ഈ കർഷകരെ സഹായിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഇത് മനുഷ്യരിലേക്ക് പടരാതിരിക്കുക എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ കള്ളിങ് എല്ലാം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തും എല്ലാം ഇക്കാര്യത്തിൽ പുറപ്പെടുത്തുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതായിരിക്കും. ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ MLA മാരുമായി ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അടിയന്തരമായി യോഗം ചേരും. മറ്റാളുകളുമായും ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതായിരിക്കും.